ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസിന്റെ നേതൃത്വത്തിൽ ഇല്ലാത്ത ഭവന പദ്ധതിയുടെ പേരിൽ വിശ്വാസികളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി. ബിഷപ്പ് നേതൃത്വം കൊടുക്കുന്ന ഓർത്തഡോക്സ് വെൽഫെയർ ഫൗണ്ടേഷനാണ് വിശ്വാസികളിൽ നിന്നും 6 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തത്. സൂര്യ ന്യൂസ് എക്സ്ക്ലൂസീവ്. എറണാകുളത്തെ സീപോർട്ട് എയർപോർട്ട് റോഡരികിൽ 16 ഏക്കർ സ്ഥലത്ത് പ്രകാശം എന്നർത്ഥം വരുന്ന വിശുദ്ധ മതമായ ന്യൂറോ ഓർത്തഡോക്സ് വില്ലേജ് എന്ന പേരിൽ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾക്ക് മാത്രമായാണ് വില്ലകൾ വിഭാവനം ചെയ്തത്. 70 ലക്ഷം മുതൽ 1.5 കോടി രൂപ വില വരുന്ന വില്ലകൾ നിർമ്മിക്കാമെന്നായിരുന്നു വാഗ്ദാനം. കൊച്ചി ഭദ്രാസന ബിഷപ്പ് യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പോലീത്ത പ്രസിഡന്റും ഫാദർ സണ്ണി വർഗീസ് സെക്രട്ടറിയും ഫാദർ തോമസ് കെ ഏലിയാസ്, ജെയ്മോൻ, മാത്യു ഉമ്മൻ എന്നിവർ അംഗങ്ങളായി ചേർന്ന് രൂപീകരിച്ച സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റാണ് ഓർത്തഡോക്സ് വില്ലേജിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്ത ട്രസ്റ്റാണ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് 35 ഓർത്തഡോക്സ് വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ചത്. ഇത്തരത്തിൽ 10 കോടിയിൽ പരം രൂപ പിരിച്ചുവെന്നാണ് അറിയുന്നത്. സഭയുടെ ഏക വിശുദ്ധനായ പരിമല തിരുമേനിയുടെയും കാതോലിക്ക ബാവായുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബ്രോഷറും വെബ്സൈറ്റും ഉപയോഗിച്ചാണ് മെത്രാനും കൂട്ടരും തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ DGPക്കും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ പരാതികൾ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിലുണ്ട്. തട്ടിപ്പുകാർക്കെതിരെ യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. കൊച്ചി ഭദ്രാസനാധിപൻ യാക്കോബ് മാർ ഐറേനിയോസിന്റെ ഫോട്ടോകളാണ് ഈ ബ്രോഷർ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതിൽ കൂടി ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു മഹാ തട്ടിപ്പാണെന്ന് മനസ്സിലായില്ല. തിരുമേനി ഏപ്രിൽ മാസം 7-ാം തീയതി ഡൽഹി സെന്റ് ഓർത്തഡോക്സ് പള്ളിയിലെ ജനപുരിയിലെ ഈസ്റ്റർ വന്നിരുന്നു. തിരുമേനിയെ പേഴ്സണായിട്ട് കണ്ടു. തിരുമേനി 7-ാം തീയതിക്കകം ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരുന്നതാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അതിന് തിരുമേനിയിൽ നിന്നും ട്രസ്റ്റ് മെമ്പേഴ്സിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇതൊരു മഹാ തട്ടിപ്പായിരുന്നു. ബിഷപ്പിന്റെ വാഗ്ദാനങ്ങൾ കുടുങ്ങിയവരധികവും മറുനാടൻ മലയാളികളാണ്. 7-8 മാസം കഴിഞ്ഞിട്ടും പദ്ധതി തുടങ്ങാതായപ്പോഴാണ് പണം നിക്ഷേപിച്ചവർ കബളിപ്പിക്കപ്പെട്ട സംഭവം പുറത്തറിയുന്നത്. ഓർത്തഡോക്സ് സഭാംഗങ്ങൾ നേതൃത്വം നൽകുന്ന കൊച്ചിയിലെ അലിയാൻസ് ഹാബിറ്റാറ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഈ കമ്പനിയും ട്രസ്റ്റ് ഉടമകളും ചേർന്ന് നിക്ഷേപകരെ കബളിപ്പിക്കുകയായിരുന്നു. സഭയുടെ പേര് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിച്ച മെത്രാനും പുരോഹിതർക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവുമായി പ്രത്യക്ഷ സമരത്തിലൊരുങ്ങുകയാണ് നിക്ഷേപകർ. തങ്ങളെ ചതിച്ചത് നിർമ്മാണ കമ്പനിയാണെന്നാണ് ട്രസ്റ്റ് സെക്രട്ടറി ഫാദർ സണ്ണി വർഗീസിന്റെ അഭിപ്രായം. റോയ് മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.